അപ്പോൾ നമ്മൾ ഇന്ന് ഊണിലേക്ക് പേഴ്സലിൻ റെഡിയായി നിൽക്കുന്നുണ്ട്. ഓക്കെ, സോ പേഴ്സലിൻ കൂട്ടിയിട്ട് നമുക്ക് ഓംലെറ്റ് ഉണ്ടാക്കാൻ പറ്റുമെന്ന് നോക്കാം. ഓക്കെ, സോ പേഴ്സലിൻ നന്നായിട്ട് ചെറുതായിട്ട് അരിയാം. ഓക്കെ, കട്ടിയുള്ള തണ്ടുകൾ ഞാൻ ഒഴിവാക്കി ചെയ്യുന്നു. സോ അരിഞ്ഞു വെച്ച പേഴ്സലിൻ നമ്മൾ മുട്ടയിലിടുക. 2 മുട്ട എടുത്തിട്ടുണ്ട്. ഓക്കെ, ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് നന്നായിട്ട് അടിച്ചേർത്ത് സോ നമ്മുടെ ഓംലെറ്റിൻ്റെ മിക്സ് റെഡിയാണ്. ആവശ്യത്തിന് എണ്ണ എടുത്ത് നമുക്കിത് അടച്ചു വെക്കും. ഇനി പലർക്കും പ്രയാസം ഓംലെറ്റ് മറച്ചിടുന്നതാണ്. എനിക്കും പല അബദ്ധവും പറ്റാറുണ്ട്. പക്ഷെ ഇങ്ങനെ ഒരു ലിഡ്, ഒരു അടപ്പുണ്ടെങ്കിൽ വളരെ സുഖമായിട്ട് ഓംലെറ്റുകൾ നമുക്ക് മറച്ചിടാൻ സാധിക്കും. എങ്ങനെയെന്ന് കാണാം. ഞാൻ ഈ ഓംലെറ്റിനെ ഈ ലിഡിലേക്ക് ഇങ്ങനെ എടുത്തിരിക്കാം. ഓക്കെ, ഇനി നേരെ മറിച്ചിട്ടു സുഖസുന്ദരായി. നല്ല അടപ്പ് ഒരു ഏതാനും സെക്കൻഡുകൾ അല്ലെങ്കിൽ ഒരു അര മിനിറ്റ് വെക്കാം. നമുക്ക് സാധാരണ നന്നായിട്ടത് പൊങ്ങി ഫ്ലഫി ആയിട്ട് വരും. ഓക്കെ, നോക്കാം. വാവ്, സോ ഓംലെറ്റ് റെഡിയാണ്. നമുക്ക് എന്ത് ചെയ്യാം? വാവ്, so purslane omelette is ready. Look at this, beautiful. It smells so nice. കൊതി വരുന്ന മണം. സോ പേഴ്സലിൻ ഓംലെറ്റ് റെഡിയാണ്. വല്ലാതെ കൊതിപ്പിക്കുന്ന മണം ഇതിനുള്ളത്. ഓക്കെ, പേഴ്സലിൻ്റെ മണമുണ്ട്, മുട്ട പൊരിച്ചതിൻ്റെ മണമുണ്ട്. സോ ഇറ്റ്സ് റെഡി. നമ്മൾ ലഞ്ചിനുള്ള തയ്യാറെടുപ്പിലാണ്. ഇന്നെൻ്റെ അതിഥി ക്യാമറയ്ക്ക് അപ്പുറത്താണ് ഉള്ളത്. ഓക്കെ, അഡ്വക്കേറ്റ് സൽമാൻ, ലണ്ടൻ എഡ്യൂക്കേഷൻ സെൻ്ററിലെ എക്സിക്യൂട്ടീവ് അസിസ്റ്റൻ്റ് ആണ്. സോ സമയക്കുറവായതുകൊണ്ട് മറ്റൊന്നിലേക്കും പോയിട്ടില്ല. കറി വെച്ചിരിക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് ഇവിടെ കാണാം. സോസേജ്, നല്ല കേരള മസാലയിൽ സോസേജ് മുറിച്ചിട്ട് കറി വെച്ചിരിക്കുക. എങ്ങനെയെന്ന് നോക്കാം കേട്ടോ. സോ പേഴ്സലിൻ ഓംലെറ്റ് റെഡി, സോസേജിൻ്റെ കറി റെഡിയാണ്. കുറച്ച് നല്ല വയനാടൻ കായ്മ കൊണ്ട് നെയ്ച്ചോറ്. വാ, കുറച്ച് മുമ്പ് എൻ്റെ ഭാര്യ എന്നോട് ചോദിച്ചിരുന്നു, നമ്മൾ ഒറ്റയ്ക്ക് പോയിട്ട് ഗൾഫിൽ മറ്റൊക്കെ താമസിക്കുമ്പോൾ എന്താ ചെയ്യുക ഭക്ഷണത്തിന്. ഞാൻ അവളോട് പറഞ്ഞു, നീ ചെയ്യുന്നത് ഒരു പക്ഷേ രാവിലെ തൊട്ട് ഉച്ചവരെയുള്ള വർക്ക് ഞാൻ 1 മണിക്കൂർ കൊണ്ട് ചെയ്യും ഭക്ഷണം ഉണ്ടാക്കാൻ. അത്ര ഗംഭീരമൊന്നും ആയിക്കൊള്ളണമെന്നില്ല. പക്ഷെ ഞാനൊരു ദിവസം ചെയ്യുന്നത് നിനക്ക് 1 വർഷം കൊണ്ട് അല്ലെങ്കിൽ 1 മാസം കൊണ്ട് ചെയ്യാൻ കഴിയണമെന്നില്ല. അവൾ ചെയ്യുന്നത് പലതും എനിക്കും ചെയ്യാൻ പറ്റില്ല. അത് ഓരോരുത്തർക്കും അവരുടേതായ മാർഗങ്ങളുണ്ട്. ഇതേതായാലും 1 മണിക്കൂർ കൊണ്ട് വലിയ വിഭവസമൃദ്ധമൊന്നും അല്ലെങ്കിലും ഒരു കൊച്ചു ഊണ് റെഡിയായിരിക്കുകയാണ്. ഇതിലെന്താണ് ഏറ്റവും പ്രഥമൻ എന്ന് ചോദിച്ചാൽ നമ്മുടെ പേഴ്സലിൻ അടങ്ങിയിരിക്കുന്ന ഓംലെറ്റ് തന്നെയാണ്. പിന്നെ ഏറ്റവും പ്രധാനം എന്തെന്ന് ചോദിച്ചാൽ ഈ കാണുന്ന ഇലകളാണ് സംബന്ധിച്ചു. റോക്കറ്റ് എന്ന് ഇംഗ്ലീഷിൽ വിളിക്കുന്ന ജർജീർ പേഴ്സലിൻ പോലെ തന്നെ ഏറ്റവും രുചികരമായിട്ടുള്ള ഒരു ഇലവർഗമാണ്.
ആദ്യമൊക്കെ കഴിക്കുമ്പോൾ ചിലർക്ക് എരിവോ കയ്പോ ഒക്കെ തോന്നിയേക്കാം. പക്ഷെ ഒരല്പം നല്ല ലെമൺ സ്ക്യൂസ് ചെയ്ത് കഴിച്ചു കഴിഞ്ഞാൽ അത് മാംസ അതുപോലെ എണ്ണയൊക്കെയുള്ള ഭക്ഷണത്തിൻ്റെ കൂടെ നന്നായിട്ട് ദഹിക്കും, വായിക്കും രുചിയാണ്. പിന്നെ അതിൻ്റെ ഫലം, ജർജീറിൻ്റെ ഫലത്തെക്കുറിച്ച് സാധാരണ ഇവിടുത്തെ അറബി ബദവി എന്ന് പറയുന്ന ഡെസേർട്ടിൽ ജീവിക്കുന്ന അറബികൾ പറയും, ലോ അലിമത്തുൽ മർഅത്തു മാ ഫിൽ ജർജീർ ലസറഅത്ഹാ തഹ്ത സരീർ. എന്ന് വെച്ചാൽ ഈ ജർജീറിൻ്റെ രഹസ്യമെങ്ങാനും ഒരു പെണ്ണ് അറിയുകയാണെങ്കിൽ കട്ടിലിൻ്റെ കട്ടിലിൻ്റെ ചോട്ടിൽ ആരും കാണാതെയെങ്കിലും അവൾ ഇത് മുളപ്പിച്ചെടുക്കും. സോ നിങ്ങൾക്ക് ഊഹിക്കാം എന്തായിരിക്കും ഇതിൻ്റെ പ്രത്യേകത. സോ സലാഡുണ്ട്, മറ്റു കാര്യങ്ങളുണ്ട്. പിന്നെ അതോടൊപ്പം ഇന്നലത്തെ ഒരു സാധനം ഇത് മാത്രമാണ്. ഇത് ചിക്കൻ ജിസാക്സീനോ, ചിക്കൻ്റെ കോഴിയുടെ പെട്ടിയാണിത്. അത് പ്രത്യേക രീതിയിലാണ് കുക്ക് ചെയ്യുന്നത്. ഞാൻ കുക്ക് ചെയ്യൽ നന്നായിട്ട് അത് കഴുകി വൃത്തിയാക്കി ഉപ്പിലിട്ട് വരതും, നല്ലപോലെ ഉപ്പിട്ട്. എനിക്കതിൻ്റെ ആ കട്ട് ചുവ ടേസ്റ്റുമാണ് ഇഷ്ടമില്ലാത്തതുകൊണ്ട്. എന്നിട്ട് പഴുത്ത തക്കാളി എടുത്ത് എണ്ണയിൽ അതങ്ങനെ ഫ്രൈ ആക്കി എടുക്കും കുറേ നേരം. തക്കാളി നല്ലപോലെ പേസ്റ്റ് രൂപത്തിലാവുന്നു. അതിലേക്ക് കുറച്ചൊരു തിക്നെസ് കുറഞ്ഞ രീതിയിലുണ്ടല്ലോ, അതിലേക്ക് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ്റെ ഈ പെട്ടി, അതിൻ്റെ ചിക്കൻ ഗിസാർഡ്സ് അല്ലെങ്കിൽ ജിബ്ലറ്റ് എന്നൊക്കെ വിളിക്കുന്ന സാധനം മുറിച്ച് അതിനിട്ട് മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ നന്നായിട്ട് വേവിച്ചെടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ ഉണ്ടാവും.